ഹലോ, ഈ കൊച്ചു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ നാന അനൂബിയാസിൻ്റെ പ്രൊപ്പഗേഷനാണ്. ഇത് വളരെ സ്ലോലി വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് നമ്മൾ അക്വറിയത്തിൽ വെച്ചിട്ട് തന്നെ ഏകദേശം 2-3 മാസമായി. അതാകെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് ഒരു ഇല 2 ഇലയൊക്കെയാണ് മുളച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. നമുക്ക് ഇതിൽ നിന്ന് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനത്തെ ഒരു പീസിനെ എടുത്തിട്ട് ഇതിൻ്റെ വേരുള്ള പോലെ കുറേ ഇളപ്പുകൾ അതിനകത്ത് കാണാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഇളപ്പുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. ചെറിയ ചെറിയ പീസാക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് കുറേ പ്ലാന്റ്സ് നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും. നമ്മൾ അക്വറിയത്തിൽ വെക്കുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിനെ കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒരു പീസ് നമുക്ക് എടുത്തു. അതിനകത്തും ഇഷ്ടം പോലെ ചെറിയ ഇളപ്പുകളായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ചെറിയ ഇതുകളായിട്ട് നമുക്ക് എത്രയും ചെറുതാക്കി എടുക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കി എടുത്താലും കുഴപ്പമില്ല. കാരണം ഇതിനകത്ത് നമ്മൾ സ്നെയിലിനെയോ ഫിഷിനെയോ ഒന്നിനെയോ ഇടുന്നില്ല. ജസ്റ്റ് പ്ലാന്റിനെ മാത്രം വലുതാക്കി എടുക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എത്രയും ചെറിയ പീസുകൾ എടുക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കി നമ്മൾ പീസാക്കി എടുക്കുക ആദ്യം. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു കട്ടിങ് ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ നമ്മൾ ചെറിയ പീസാക്കി എടുക്കുകയാണ്. നമുക്ക് ഏകദേശം ഇപ്പോൾ 4 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 പീസ് നമ്മളിപ്പോൾ എടുത്തു. ഇനി ഇതിൽ നിന്ന് നമുക്ക് വലുതാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു ഗ്ലാസ് ജാറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ഗ്ലാസ് ജാറിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്രാവൽ വേണം. ഗ്രാവൽ എന്ന് പറഞ്ഞാൽ അക്വേറിയം സോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചെറിയ ഒരു 4 mm ഒക്കെ തിക്നെസ്സുള്ള ഇതാണ് സബ്സ്ട്രേറ്റാണ് ഇടുന്നത്, അക്വേറിയം ഗ്രാവൽ. അതിപ്പോൾ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ള ഏത് ഗ്രാവൽ വേണമെങ്കിലും ഇട്ടാലും മതി. നമ്മുടെ ഇത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 1 ഇഞ്ച് ഹൈറ്റ് ഒക്കെ കണക്കാക്കി നമ്മളിടാം. 1 സെൻറ്റിമീറ്റർ ആയാലും മതി, വലിയ അധികം കട്ടിയൊന്നും വേണമെന്നില്ല. കാരണം വേരൊന്ന് പിടിച്ച് കിട്ടാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നിരപ്പിന് വെള്ളം ഒഴിക്കുക. കാരണം ഇത് മുങ്ങി കിടക്കണ അത്രയും വെള്ളം വേണ്ട. മുങ്ങി കിടക്കണ അത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഗ്രോത്ത് സ്ലോ ആവും. ഇവർക്ക് വേര് നിൽക്കുന്ന അത്രയും സ്ഥലം മാത്രം നമ്മൾ വെള്ളം നിറയ്ക്കുക. ഇത്രയും വെള്ളമാണെങ്കിൽ കറക്റ്റായിരിക്കും അത് മുങ്ങി കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ പ്ലാന്റ്സുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ഗ്രോ ലിക്വിഡ് നമ്മൾ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് അത് നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ വലുതാക്കി എടുക്കാനായിട്ട് പറ്റും. അനൂബിയാസ് അങ്ങനെയാണ് വളർത്തിയെടുക്കുക. സാധാരണ അക്വേറിയം പ്ലാന്റ്സൊക്കെ വിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് വലുതാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ടെക്നിക്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കട വാങ്ങിച്ചാൽ തന്നെ അതിനെ ഒരു 3-4 ചെറിയ കഷ്ണങ്ങളാക്കി വളർത്തിയെടുത്തിട്ട് പിന്നെ നമുക്ക് അക്വേറിയത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലാതെ ബൾക്കായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഞാൻ അതാണ് നിങ്ങളെ ഇതിനകത്ത് കാണിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി നിരപ്പാക്കി വെള്ളമൊക്കെ ഒന്ന് കറക്റ്റാക്കിയതാണ്. ഇനി നമ്മുടെ കയ്യിലുള്ളൊരു ഫെർട്ടിലൈസറാണിത്. നമ്മൾ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറാണ്. അപ്പോൾ അക്വേറിയം പ്ലാന്റ്സിന് അപ്പോൾ അത് കുറച്ച് 1 സ്പൂണോ 1.5 സ്പൂണോ നമ്മൾ അതിനകത്ത് കുറച്ച് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് കുറച്ചും കൂടി സ്പീഡാവാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോത്ത് പെട്ടെന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ അതിൽ നിന്ന് എടുത്ത് നമ്മൾ ഒഴിച്ചു. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലാന്റ് നട്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്ലാന്റിനെ നമ്മൾ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് ഒരു 2 മാസം കൊണ്ട് ഒരു 3-4 ഇല മാത്രമാണ് വരുള്ളൂ. പ്രത്യേകിച്ച് ഷ്രിമ്പോ സ്നെയിലൊക്കെ നമ്മുടെ ടാങ്കിലുണ്ടെങ്കിൽ അവ അതിൻ്റെ വേര് കടിച്ച് തന്നെയും ഗ്രോത്ത് പിന്നെയും സ്ലോ ആവുകയും ചെയ്യും. അനൂബിയാസ് വളരെ സ്ലോയിലാണ് വളരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതിനെ വലുതാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ ജസ്റ്റ് വേര് മാത്രം അതിനകത്ത് മുട്ടിച്ച് വെച്ചാൽ മതി. അത് ഒരു കുഴപ്പമില്ല, അത് ചീഞ്ഞ് പോകാതെ അത് മുളച്ച് വരുന്നതായിരിക്കും.
പിന്നെ ഇതിനകത്ത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൻ്റെ ഇല വിട്ടു പോകാണ്ട് മാക്സിമം നമ്മൾ ഇല നശിച്ചു പോകാണ്ട രീതിയിൽ അതിനകത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഒരു പ്ലക്കർ കൊണ്ടാണ് വെച്ച് കൊടുക്കുന്നത്, എന്നിട്ട് നമുക്കത് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഗ്രാവൽ ഇത്തിരി കട്ടി, ഇത്തിരി വലുപ്പം കൂടുതലുള്ള ബിറ്റ്സ് ആയ കാരണം നമുക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്കത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ലാതെ അതിനെ വളർത്തിയെടുക്കാൻ പറ്റും. എന്തായാലും അത് ജസ്റ്റ് ഒന്ന് നനഞ്ഞിരുന്നാൽ മതി. വേരെന്തായാലും മണ്ണിൻ്റെ അടിയിൽ പോകണം, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിനെ ഗ്രോ ചെയ്തെടുക്കാനുള്ള സെറ്റപ്പ് റെഡിയായി. എന്തായാലും നമ്മളിനി ബാക്കിയൊന്നും ഇങ്ങനെ പുറത്ത് കിടക്കുന്ന വേരുണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കളയുക ഈ കുറച്ച് സോയിലിട്ടിട്ട്. അപ്പോൾ എന്തായാലും അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന 4 പ്ലാന്റ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫെർട്ടിലൈസർ ഒഴിച്ചിട്ടുണ്ട്, നിരപ്പിന് വെള്ളമുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇതിനെ കവർ ചെയ്യുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും 1 മാസം 1.5 മാസത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതിനെ ജസ്റ്റ് ഫോയിലുകൊണ്ട് പൊതിയാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്ലാസ്റ്റിക് ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് നമ്മൾ നല്ലപോലെ ടൈറ്റായിട്ട് വെക്കുകയാണ്. ഈ ഫോയിൽ പേപ്പർ ആകുമ്പോൾ എന്തായാലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണം നമുക്ക് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യേണ്ട. നമ്മൾ നോർമൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ അത് പിന്നെ ലൂസായി പോകാണ്ടിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതിനകത്ത് മുകളിൽ 2 ഹോൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് പൊക്കോളും. ചെറിയൊരു ഹോള് ഇട്ട് ഒരു എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം തീരെയില്ല, പ്രശ്നമില്ല. എന്നിട്ട് അധികം നമ്മുടെ കുറത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കുറച്ച് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ അതിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മാസത്തിന് ഉള്ളിൽ തന്നെ നമുക്ക് നല്ല പോലെ ഇത് വലുതായി മദർ പ്ലാന്റിൻ്റെ അത്രയും വലുപ്പത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും 4 എണ്ണം. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ കുറേ ടിപ്സും അങ്ങനത്തെ വീഡിയോസ്, ബ്രീഡിങ്ങിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.